ചേച്ചി, ഓ പുസ്തകം നീക്കലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചേക്കൂ. എന്നാ ഞാൻ പോട്ടെ. ചേച്ചി, ചേച്ചി, എന്താ പപ്പു? നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലെ അറിയില്ലല്ലോ. എവിടെ ചേച്ചിയുടെ അമ്മ? അമ്മയോ? അമ്മ അവിടെ എങ്ങാനും കാണും. ചിലപ്പോഴേ കുളിക്കാൻ പോയി കാണും. എന്താ? അല്ല, അമ്മ പറഞ്ഞു വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടിയല്ല. ആരെ, എന്നെയോ? അല്ല, അമ്മ. എന്താ? എനിക്കറിയില്ല. അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. വിശേഷോ? എന്ത് വിശേഷം? ശാന്തിയില്ലേ? ശാന്തി. ശാന്തി. ശാന്തി, നമ്മുടെ ശാന്തി. നമ്മുടെ ശാന്തി. ശാന്തി, ഞാൻ നിനക്ക് ചെവി പറഞ്ഞുതരാം. പറ. ശാന്തിയില്ലേ? ശാന്തി, നമ്മുടെ ശാന്തിയില്ലേ? അവള്
വായിച്ചു തീർത്തു. എന്ത് പുസ്തകം? ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ മതി മതി, വല്ല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഈയിടെ കമ്പനിയും സെറ്റ് പിടുത്തമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒന്ന് നോക്കി നിൽക്കാതെ ഇതൊന്ന് പിറക്കിക്കൂടെ? ആവശ്യമുള്ളവരങ്ങ് എടുത്താ മതി. ഒരു ഗമ. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാനാരാ? നിങ്ങളുടെ വേലക്കാരനോ? അല്ല, എന്റെ ഏമാൻ. എന്താ പപ്പി കാണിച്ചത്? എന്ത് കാണിച്ചു? എന്ത് കാണിച്ചെന്നോ? കുറെ കൂടുന്നുണ്ട് വെള്ളത്തില്. ആര് പറഞ്ഞ നീ കുരുത്തക്കേടൊക്കെ? ആരും പറഞ്ഞൊന്നുമല്ല. പിന്നെ 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 എനിക്ക് തന്നെ തോന്നിയതാ. തന്നെ അങ്ങ് തോന്നുന്നു അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ കൊച്ചമ്മയോട്. കൊച്ചു പിള്ളേർ ഇപ്പോഴേ അങ്ങനെ അങ്ങ് ചീത്തയാകരുതല്ലോ. എന്ന് വരുമെന്ന് എഴുതിയിരിക്കുന്നത്? അടുത്ത ആഴ്ച ആള് സ്ഥലത്തെത്തും. പോസ്റ്റ്മാൻ വന്നപ്പോഴേ ഭാരതി ടീച്ചറിന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ഞാൻ നോക്കുകയായിരുന്നു. ആട്ടെ, കൃഷ്ണനായർ എന്ന് വരുമെന്നാ എഴുതിക്കുന്നത്? തീയതി എഴുതിയിട്ടില്ല. ഭാരതിക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ കൃഷ്ണനായർക്ക് അവിടെ ഇരിപ്പറയ്ക്കുവോ? പട്ടാളക്കാരന്റെ ഭാര്യയായുള്ള പാടുവല്ലോ ചേച്ചിക്കറിയാവോ? അതാണ് ഞാൻ പറയുന്നത്. പട്ടാളക്കാര് കല്യാണം കഴിക്കാനേ പാടില്ല. ആണ്ടിൽ 2 മാസമല്ലേ ഉള്ളു ദാമ്പത്യം, ബാക്കി 10 മാസവും കാത്തിരിപ്പല്ലയോ. അതുകൊണ്ടായിരിക്കും മാമൻ കല്യാണം കഴിക്കാതെ അങ്ങ് നിന്ന് പോയത്. പിന്നല്ലാതെ നോക്കിയേ, പണ്ട് ഞാൻ ബർമയിലായിരുന്ന കാലം. അന്ന് ഇതുപോലൊന്നുമല്ല, ഒരു 10-25 വയസ്സ് പ്രായം. ഷർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ഈവനിങ് വാക്ക് കൊണ്ട് അതാണ് എന്റെ പ്രാക്ടീസ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വന്നു എനിക്കൊരു സംബന്ധാലോചന. അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചുകൊണ്ട് വന്നത്. ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നവനെ ഈ പുളുവടി. ദേ അവിടെ ആരാണ്ടൊക്കെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ഉടപ്പറന്നവനെ എവിടെയൊക്കെ തിരക്കിയെന്നറിയാമോ? ചേടാ, നീ പറയാനെങ്ങനെ ഞാൻ അറിയുന്നേ? ആ, നീ കൂടെ ട്രെയിനിൽ കയറിക്കോ. ഇത്തവണത്തേക്ക് മാപ്പ്. വണ്ടി 1 മണിക്കൂർ ലേറ്റ്. താമസിച്ചപ്പോഴേ ഞങ്ങളത് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഇന്നത്തെ വണ്ടിയാണ് ഇന്ന് വന്നത്. ഇന്നത്തെ വണ്ടി നാളെ മറ്റന്നാളെ വരും. അങ്ങോട്ട് വളരുന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോൾ ഇത്രയും തന്നെ ഉണ്ട്. പിന്നെ അവള് സാരി കൊടുത്തോണ്ട് നിൽക്കണോ? അപ്പൊ ഞാൻ വരട്ടെ. അമിതാഹാരമേ ശരീരം മുറ്റുക എന്നാണ് ശാസ്ത്രം. മോക്ക് അമ്മ എടുത്തു തരാം കേട്ടോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടി കോവുന്നത് എന്താ? എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, സാധനങ്ങൾ നിങ്ങൾ തന്നെത്താൻ എടുത്തോ, അവസാനം കൂടിപ്പോയി കുറഞ്ഞു പോയി എന്ന് പറയരുത്. ഈ താടി ഇത് മതി എനിക്ക്.
ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ. അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം. എന്താണെന്ന് പറ. ഒന്നുമില്ല. അത് ചുമ്മാ പടായി. എന്താണെന്ന് പറ. ഉണ്ട്. നീ ഒന്നും മിണ്ടാരി കൊച്ചുമണി. എന്നാ ഞാൻ പറയട്ടെ. എന്ത്? അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമമെന്ന് ഞാൻ പറയാം. പറയാം. പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം. പറയാം. ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത്. ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്ത് ചെയ്യും? കാര്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ. ആട്ടെ, പെണ്ണേതാണ്? ഒരു പെണ്ണ്. പേര് പറ. പേരെന്തിനാ? ഒരു പെണ്ണ്. എന്നാലും പറ. ശരി, പേര് പറയണ്ട. എവിടെ ഉള്ളതാണെന്ന് പറ. ഇവിടെ അടുത്ത് തന്നെ. ആ കളി കളഞ്ഞ് കാര്യം പറഞ്ഞാലല്ലേ സംഗതി നടക്കൂ. അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്ന്. എങ്ങനെ? അതിന് വഴിയുണ്ട്. എന്ത് വഴി? നേർവഴിയല്ല, ഇടവഴി. എങ്ങനെ? അമ്പ നടന്നതെല്ലാം എന്നോട് പറ. കൊച്ചമ്മണിയോട് പറയുന്ന ഒരു രഹസ്യവും പുറത്തു പോവില്ല. ഓഹോ,